ഹലോ, ഈ നാടുണ്ടല്ലോ, ഇതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. എനിക്ക് മടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം മടുത്ത്. വലിയ ആൾക്കാരോടാണ് ഇവർ ഈ കോപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഈ 9 വയസ്സ് ഉള്ള കൊച്ച് അല്ലെങ്കിൽ അത് പ്രായപൂർത്തിയാവാത്ത പിള്ളേരെയാണ് ഈ മൂത്ത് നരച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന കാലനെയും കാത്തു നിൽക്കുന്ന അമ്മമാരുണ്ടല്ലോ, അമ്മമാരുടെയൊക്കെ നോട്ടമിട്ട് വച്ചേക്കുന്നത്, അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണിക്കുന്നത്. ഇതുപോലെയുള്ള കുറേ കഴപ്പുമൂത്ത കുറേ കളവന്മാരുണ്ടല്ലോ, ഇതുങ്ങളെയൊക്കെ കാലം വന്നിട്ട് നേരത്തെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു പണ്ടാരടങ്ങാനായിട്ട്. ദിവസം TV ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എടുത്താൽ കാണുന്ന ന്യൂസ് ഇതാണ്: ലൈംഗിക അതിക്രമം. അതും 9 വയസ്സുള്ള കൊച്ച്, അല്ലെങ്കിൽ അതിന് താഴെയുള്ള കൊച്ച്, അല്ലെങ്കിൽ ഏകദേശം ഒരു 15 വയസ്സിന് താഴെയുള്ള പെൺകൊച്ചുങ്ങൾ എന്നുമുണ്ട്. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി. കടയിൽ സാധനം വാങ്ങാനെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചതാണ് പരാതിയുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. നിനക്കൊക്കെ മൂത്ത് സഹിക്കാൻ വയ്യാതെ നിൽക്കുവാണെങ്കിൽ പോയി വല്ല മുള്ളും ഒരിക്കലും കയറി ഇറങ്ങണ നാറികളെ. എന്തിനാടാ ചെറിയ കൊച്ചുങ്ങളുടെ പുറകെ പോകുന്നേ? നിന്റെ വീട്ടിലൊക്കെ ഇല്ലേ ഭാര്യയും അമ്മയും മക്കളും കോപ്പൊക്കെ? കുട്ടീനെ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് എനിക്ക് തന്നെ ഇവിടുന്ന് ഈ സമൂഹത്തോട് എനിക്ക് പറയാൻ പറ്റണില്ല. അങ്ങനത്തെ രൂപത്തിലാണ് കുട്ടീനെ ചെയ്തതെന്നാണ് എനിക്ക് കുട്ടീനോട് പറഞ്ഞത്. പിന്നെ അതാണെന്നുണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ മറ്റേ കത്തിൻ്റെ മുനയിൽ വെച്ചിട്ടാണ് കുട്ടീനോട് ഭീഷണിപ്പെടുത്തിയത്. ഇതിനൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഇതിലെ സ്കൂളിൽ പോകണമല്ലേ, കുട്ടി കയറ്റിക്കാളും എന്നെ കൊന്നാളും എന്ന് പറഞ്ഞിട്ട് തൊള്ളൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് കുട്ടിയോട് പറയുന്നത്. കുട്ടി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3-4 പ്രാവശ്യം ഇതാക്കി കുട്ടീനെ നല്ല ഉപദ്രവിച്ചിന് ഇയാൾ. പ്രതിക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പുള്ളി ലീഗിന്റെ ഒരു വിളയാട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്നലെ പോയത്. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ചെറ്റകളുടെ കൂടെ പാർട്ടിയും കോപ്പും നാട്ടുകാരും നിൽക്കരുത്. നാളെ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ ഇവന്മാർ ഓരോന്ന് ചെയ്യും. അപ്പം ഇരുന്ന് മോങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവന്മാരെ പോലെയുള്ള ചെറ്റകളുടെ കൂടെ നിൽക്കരുത്. പോയത് അപ്പോൾ ലീഗിന്റെ കൗൺസിലറെ ഭർത്താവും കൂടി ഇന്നലെ വന്നിട്ട് ഉച്ചക്ക് നമ്മളെ കാക്കൻ്റെ വീട്ടിൽ വന്ന് എന്നിട്ട് സംസാരിച്ച് കോംപ്രമൈസിന്. നിങ്ങളുടെ വീട്ടിലെ കൊച്ചിനെയാണ് ഇതുപോലെ ആ നാറി ചെയ്ത് വെച്ചതെങ്കിൽ നിങ്ങൾ പോയി കോംപ്രമൈസ് ഉണ്ടാക്കോ? ഉളുപ്പ് വേണം, ഉളുപ്പ്. ഭർത്താവാണ് വന്നത്. ഭർത്താവും 4-5 പേരും വന്നിട്ട് പറഞ്ഞ് നമുക്കിത് കോംപ്രമൈസ് ചെയ്തൂടെ, ഈ വിഷയം ഇത് വലിയ വഷളാക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളതല്ലേ, പിന്നെ കുട്ടിയും വലുതാവുള്ളതല്ലേ, അപ്പൊ അതിനെക്കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തൂടെ, അങ്ങനെയല്ല അതിന്റെ രീതി ഉണ്ടാവുക, അത് ആരും അറിയാതെ നമുക്ക് അങ്ങോട്ട് ഒത്തുതീർപ്പാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അത് 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യ വാഗ്ദാനം തരാം നമുക്ക്. നിന്റെ ഒക്കെ വീട്ടിലെ പിള്ളേർക്ക് ഇത് വന്നു കഴിഞ്ഞിട്ട് നീ ഇതുപോലൊക്കെ പോയി പൈസ കൊണ്ട് ഒതുക്കുമായിരിക്കും. നിന്റെ ഒക്കെ സ്വഭാവം അതായിരിക്കും. അത് നാട്ടുകാരുടെ നെഞ്ചത്തോടെ എടുക്കുമല്ല വേണ്ടത്. പൈസ കൊടുത്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പോയി ചാവടാ. നിന്നെ പോലെയുള്ള ആൾക്കാർ ജീവിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഭേദം പോയി ചാവുന്നതാ. കഷ്ടം. ശരിയെന്നാ.